ജമ്മു കശ്മീരിൽ നിന്ന് ഒരു സുപ്രധാനമായ വാർത്ത പുറത്തു വരുന്നു. ജമ്മു കശ്മീരിൽ ഒരു അജ്ഞാത രോഗം കേന്ദ്രഭരണ പ്രദേശമായ രജൌരിയിൽ പടർന്നു പിടിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ രോഗം വളരെ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് പകരുന്നു, മരണങ്ങൾ ഉണ്ടാക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഞെട്ടിക്കുന്ന ഒരു കേസാണ് വെളിച്ചത്തേക്ക് വരുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രജൌരിയിലെ സബലാൽ ഗ്രാമത്തിലാണ് ഇത് വലിയ രീതിയിൽ രൂക്ഷമായിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ നാശം വിതച്ചിരിക്കുന്നത്. 30 ദിവസത്തിനിടെ 14 പേരാണ് ദുരൂഹ രോഗം ബാധിച്ച് മരിച്ചത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മരിച്ചവരിൽ 3 കുടുംബങ്ങളിലെ 11 കുട്ടികളും 3 മുതിർന്നവരും ഉൾപ്പെടുന്നു എന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. സംഭവത്തെ തുടർന്ന് ആ ഗ്രാമം, സബൽ ഗ്രാമത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ വളരെ വലിയ ഭീതിയിലാണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ ആരോഗ്യ വകുപ്പിനെ ഇപ്പോൾ ആരോഗ്യ സംഘത്തെ അങ്ങോട്ടേക്ക് നിയോഗിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒന്നിനു പിറകെ ഒന്നായി അവിടെ മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ജനങ്ങളെ വളരെ വലിയ രീതിയിൽ ഭീതിയിലാക്കിയിരിക്കുന്നു. ജമ്മുവിലെ ആശുപത്രിയിലാണ് സഫീന കൗസർ എന്ന് പറയുന്ന ഈ രോഗം ബാധിച്ച് മരിച്ച ഒരു സ്ത്രീയുണ്ട്. അവർ മരിച്ചു വീണത്. തുടർന്ന് 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ മറ്റു 3 സഹോദരങ്ങളും മരിച്ചു എന്നും അറിയാൻ സാധിക്കുന്നു. 2 പേർ ഇപ്പോഴും മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് അവരുടെ മുത്തച്ഛനായിട്ടുള്ള മുഹമ്മദ് റഫീഖ് രജൌരിയിലെ ആശുപത്രിയിൽ മരിച്ചത്. കഴിഞ്ഞ മാസം ആദ്യം ഗ്രാമത്തിലെ 2 കുടുംബത്തിലെ 9 പേരാണ് മരിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഭക്ഷ്യവിഷബാധയാണ് ഇത്, ഈ രോഗം എന്നാണ് ഇവർ ആദ്യം വിചാരിച്ചിരുന്നത്. ഭക്ഷ്യവിഷബാധയായിട്ടാണ് ഇവർ മരിക്കുന്നത് എന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകരും അവിടെയുള്ള ഡോക്ടർമാരും എല്ലാം. എന്നാൽ മിക്ക ഗ്രാമവാസികളും സമാനമായ രോഗലക്ഷണങ്ങളുണ്ടെന്ന് പരാതിപ്പെട്ടതിനാൽ സ്ഥിതി ഗുരുതരമായി കണക്കാക്കി വന്നിരിക്കുന്നു. എന്തായാലും അവിടുത്തെ ഡോക്ടർമാർ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയുന്നത് പ്രാഥമികമായി അവരുടെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഇതൊരു പ്രത്യേകതരം വൈറസാണ്, ഒരു വൈറസ് ബാധയാണ് ഇവർക്കെല്ലാം ഉണ്ടായിരിക്കുന്നത്. ജമ്മുവിലെ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടറാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എന്നിരുന്നാലും അന്തിമമായ നിഗമനങ്ങളിൽ എത്താൻ ഒരുപാട് സമയം വേണ്ടിവരും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, PGI, ചണ്ഡീഗഡ്, എയിംസ് ഡൽഹി, നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധ സംഘം ഈ കേസ് പഠിക്കാനായി അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.